കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ സെർവിക്സ് നല്ലതുപോലെ ഒന്ന് ഓപ്പൺ ആയിട്ട് ഒരുപാട് സ്പേം സെൽസ്, അതായത് നമ്മൾ നോർമലി പോകുന്നതിനേക്കാളും ഇരട്ടിയിലധികം സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിലോട്ട് കടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്ന രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഈ ടിപ്സ് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് സ്പേംസ് നമ്മുടെ ശരീരത്തിലോട്ട് കടന്ന് ചെല്ലുന്നതിന് അതൊരു വഴി തെളിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ സെർവിക്സ് ഒന്ന് ഓപ്പൺ ആകുന്നത് നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ സെർവിക്സ് ഒന്ന് ഓപ്പൺ ആയി കഴിയുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന സ്പേം സെൽസ് കൃത്യമായിട്ട് മൂവ് ചെയ്തിട്ട് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ മൂലവും ഒരുപാട് സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതായിട്ടുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ടാവില്ല. കുറച്ചൊക്കെ ആ പോകുന്ന വഴിയിൽ തന്നെ നശിച്ചു പോകും, കുറച്ചൊക്കെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോരും, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കുറച്ച് സ്പേം സെൽസ് മാത്രമേ നമ്മുടെ ശരീരത്തിൽ എല്ലാ തടസ്സങ്ങളും ഒക്കെ താണ്ടി അവിടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ അവിടെ കാത്തു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കോൺടാക്ട് ചെയ്യുന്നതിന് മുൻപും അതല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ ഒരു സ്പേം സെൽസിനെ ശരീരത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെർവിക്സ് നല്ലതുപോലെ ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾ അവരുടെ ഡെലിവറി ടൈമിൽ അടുക്കുമ്പോഴേക്കും നോർമൽ ഡെലിവറി എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നോർമൽ ഡെലിവറി കൂടുതലായിട്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന എക്സസൈസ് ആണിത്. ഈ ഒരു എക്സസൈസ് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെർവിക്സ് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പെൽവിക് റീജിയനൊക്കെ നമുക്കൊന്ന് ഡൈലേറ്റ് ആയിട്ട് നമുക്കൊന്ന് സ്ട്രെച്ച് ആയിട്ട് ആ ഒരു നോർമൽ ഡെലിവറി ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ അവിടെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ ഈ ഒരു സിറ്റുവേഷനിലും ചെയ്യുന്നത്. നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗം അതുപോലെ തന്നെ നമ്മുടെ സെർവിക്സിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഡൈലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്പേമിന് അകത്തേക്ക് കടക്കുന്നതിന് ഒബ്സ്റ്റക്കിൾസ് ഇല്ലാതെ കൃത്യമായിട്ടുള്ളൊരു വഴി അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡബ്ല്യു വാക്ക് അല്ലെങ്കിൽ ഡക്ക് വാക്ക് എന്നുള്ളൊരു എക്സസൈസ് ഫോളോ ചെയ്യുക എന്നതിനെ പറ്റിയിട്ടാണ്. നമ്മളൊന്ന് ഇരുന്നിട്ട് നമ്മുടെ കാല് ഒന്ന് പുറകോട്ടാക്കി, ഒരു കാല് പുറകോട്ട് വെച്ച് അടുത്ത കാല് മുൻപോട്ടാക്കി, അങ്ങനെ പയ്യെ നമ്മൾ നിലത്തിരുന്നിട്ട് നമ്മുടെ കൈയുടെ ബലത്തിൽ നമ്മൾ പയ്യെ ഒന്ന് നിലത്തിരുന്ന് ഒരു കാല് മുൻപോട്ട് ഒരു കാല് ബാക്കോട്ട് അങ്ങനെ നടക്കുന്ന ഒരു എക്സസൈസാണ് ഡബ്ല്യു വാക്ക് അല്ലെങ്കിൽ ഡക്ക് വാക്ക് എന്ന് പറയുന്നത്. അതിന് ഇമേജ് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. ഫ്രീ വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ യൂട്യൂബ് ചാനൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ കയറിയിട്ട് ഇങ്ങനെ ഡക്ക് വാക്ക് അല്ലെങ്കിൽ ഡബ്ല്യു വാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോസ് സാമ്പിൾ കിട്ടും കേട്ടോ. ആ ഒരു മെത്തേഡ് നിങ്ങൾ ഒരു 10 മിനിറ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും ഒരുപാട്. ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നതിന് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ മുൻപ് ഒരു 10 മിനിറ്റെങ്കിലും വൈഫ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് ആ ഒരു സെർവിക്സ് ഒന്ന് ഡൈലേറ്റ് ചെയ്യുന്നതിനും നമ്മുടെ പെൽവിക് ഭാഗത്തുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആകുന്നതിനും ഇത് സഹായിക്കുന്നു. ഇതൊന്നും ഇങ്ങോട്ട് റിലാക്സ് ആയിട്ട് ഒന്ന് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് വഴിയിട്ട് ഒരുപാട് സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നതിന് ഇത് സഹായിക്കും കേട്ടോ. നമ്മുടെ ആ ഒരു സ്ത്രീകൾ മാത്രം ചെയ്താൽ മതി കേട്ടോ ഈ ഒരു എക്സസൈസ്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ ഒന്ന് സ്ട്രെച്ച് ആകുമ്പോഴേക്കും കൃത്യമായിട്ടുള്ളൊരു വഴി സ്പേമിനോട് ഉണ്ടാകും. ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് സ്പേമിന് കടന്നു പോകുന്നതിനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കും എന്നാണ് ഡോക്ടേഴ്സും അതുപോലെ പഠനങ്ങളും സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡബ്ല്യു വാക്ക് അല്ലെങ്കിൽ ഡക്ക് വാക്ക് എന്നുള്ളൊരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ, മസ്റ്റായിട്ട്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോർ പ്ലേനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അറിയാം ഫോർ പ്ലേ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നതിനെ പറ്റിയിട്ട്. ഫോർ പ്ലേ ചെയ്യുന്നൊരു സമയത്ത് ആ ഒരു സിറ്റുവേഷൻ സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു സമയത്ത് ഒരു ഫോർ പ്ലേ അല്ലെങ്കിൽ ഒരു രതി മൂർച്ച, അതായത് നമ്മളൊരു കോൺടാക്ട് ചെയ്യുന്നൊരു സമയത്ത് നമ്മൾ അതിന് വേണ്ടി വില്ലിങ് ആവുകയാണ്. ടോട്ടലി നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ആ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആവുന്നൊരു സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മസിൽസ് അതിനനുസരിച്ചിട്ട് ഒന്ന് അയഞ്ഞിട്ടുണ്ടാകും. സാധാരണ ഒരു സമയത്ത് നമ്മുടെ സ്ത്രീകളുടെ വജൈനൽ മസിൽസ് ആദ്യമായിട്ടൊരു നോർമൽ ഡെലിവറി നടന്നിട്ടുള്ളൊരു സ്ത്രീക്ക് ആ ഒരു ഭാഗം ഒന്ന് ലൂസായിരിക്കും. അന്ന് അങ്ങനെ അല്ലാതെ ഡെലിവറി നടന്നിട്ടില്ലാത്ത, ഇനിയിപ്പോൾ സെക്ഷൻ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണെങ്കിലും ആ ഒരു ഹോള് എന്ന് പറയുന്നത്, ആ ഒരു വജൈനയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ. ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഭാഗത്ത് അങ്ങോട്ട് ഈസി ആയിട്ട് അങ്ങോട്ട് ഓപ്പൺ ആവില്ല. ആ ഒരു പ്രോസസ്സ് അങ്ങോട്ട് ഓപ്പൺ ആവണമെങ്കിൽ സ്ത്രീ ആ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നല്ലതുപോലെ മെൻ്റലി ആൻഡ് ഫിസിക്കലി വില്ലിങ് ആവണം. വില്ലിങ് ആവാതെ നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെയിൻ അനുഭവപ്പെടും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പെയിൻ ആ ഒരു സമയത്ത് ഫീൽ ചെയ്യും. കാരണം അത്രയും റഫായിട്ടുള്ളൊരു ഒബ്ജക്റ്റിലോട്ട് നമുക്ക് ഒരിക്കലും ആ ഹസ്ബൻഡിന് ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ആ ഒരു പ്രോസസ്സ് പെയിൻഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഓപ്പൺ ആവാത്തതുകൊണ്ട് ഫിസിക്കൽ കോൺടാക്റ്റ് അവിടെ ഉണ്ടാകും, പക്ഷേ നമ്മുടെ മൈൻഡ് അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ സ്പേം സെൽസ് നശിച്ചു പോകുന്നതിനും അത് കാരണമാവുന്നു. കാരണം നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് പോലുള്ള ലിക്വിഡ്സ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്പേം
സെൽസ് ഭൂരിഭാഗം സ്പേം സെൽസും നശിച്ചു പോകുന്നതിനും അത് കാരണമാകുന്നു. അപ്പോൾ ഈ ഡക്ക് വാക്കിംഗ് ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോർ പ്ലേ എന്നുള്ളൊരു മെത്തേഡും കൂടി. ഈ ഒരു ഫോർ പ്ലേ മെത്തേഡ് ചെയ്തിട്ട് നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോഴേക്കും നിങ്ങളുടെ സെർവിക്സ് നോർമലി ഓപ്പൺ ആവുന്നതിനേക്കാളും കൂടുതൽ ഒന്ന് ഡൈലേറ്റ് ചെയ്യുന്നതിന് ഇത് കാരണമാകുന്നു. ഈ ഒരു ഡൈലേഷൻ അവിടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്പേം സെൽസിന് ഒറ്റയടിക്ക് ഉള്ളിലോട്ട് അങ്ങോട്ട് ചീറ്റി പോകാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യവും കൂടി നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നതിന് മുൻപ് ഉറപ്പായിട്ടും W വാക്ക് നിങ്ങൾ ചെയ്യുക. ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടു പേർക്കും വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം ബോത്ത് പാർട്ട്നേഴ്സും മെൻ്റലി ആൻഡ് ഫിസിക്കലി തയ്യാറായതിനു ശേഷം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ്സ് ആ ഫോർ പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകും. സെർവിക്കൽ മ്യൂക്കസ് ആണ് സ്പേമിന് ഒരുപാട് ചാർജ് ശരീരത്തിൽ കൊടുത്തിട്ട് അത്രയും നാൾ വരെ അല്ലെങ്കിൽ ആ എഗ് എത്തുന്ന ആ ഒരു സമയം വരെ സ്പേമിനെ അവിടെ പിടിച്ചു നിർക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കുന്നത് സെർവിക്കൽ മ്യൂക്കസ് ആണ് കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സെർവിക്കൽ മ്യൂക്കസ് ഇൻക്രീസ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സെർവിക്സ് നമ്മുടെ മസിൽസ് പെൽവിക് മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആക്കാനായിട്ട് ഈ ഫോർ പ്ലേ നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വിഷയത്തെ പറ്റി ചെയ്തിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഒരുപാട് ഞരമ്പന്മാർ നമ്മുടെ ചാനലിൽ കയറി വന്നിട്ട് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള വേർഡ്സ് കമൻറ്റ് ഇടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരുപാട് വീഡിയോസിൽ ഈ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോഴേക്കും ഇത്തരത്തിലുള്ള കമൻറ്റ്സ് വരാനായിട്ടുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു കമൻറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ലൈൻ മേടിച്ചിട്ട് നിങ്ങളങ്ങോട്ട് റിപ്പോർട്ട് അടിച്ചിട്ട് ബ്ലോക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ കമൻറ്റ്സ് ചോദിക്കുമ്പോഴേക്കും അവർക്ക് റിപ്ലൈ കൊടുക്കുന്ന ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സണെ വിചാരിച്ചിട്ടാണ് അവർ റിപ്ലൈ കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു റിപ്ലൈ ഫുള്ളായിട്ട് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടാൽ അറച്ചു പോകും. അങ്ങനെയുള്ള റിപ്ലൈ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ റിപ്ലൈ ഒരിക്കലും പൂർണ്ണമായിട്ട് വായിക്കരുത്. ഫസ്റ്റ് ലൈൻ വായിച്ചിട്ട് റിപ്പോർട്ട് അടിച്ചിട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വിടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ രീതിക്ക് തന്നെ സംസാരിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് കേട്ടോ. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.